back to my YouTube channel. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സ്ആപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളുമായുള്ള പ്രണയം പൂർത്തീകരിക്കുവാൻ ഈ വ്യക്തി ഒരു ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നു. എന്താണ് ആ തീരുമാനം? ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് കാണുക. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു പ്രണയം പൂർത്തീകരിക്കുവാൻ വേണ്ടി ഈ വ്യക്തി എടുത്തിരിക്കുന്ന ഒരു ഉറച്ച തീരുമാനം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഫസ്റ്റ് തന്നെ ഒരു എനർജി എന്ന് പറയുന്നത് ബ്രോക്കൺ ഹാർട്ടാണ്. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ആ വ്യക്തി ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഭയങ്കരമായിട്ട് സങ്കടപ്പെടുക, ഭയങ്കരമായിട്ട് ദുഃഖിക്കുക, ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങളെ കുറിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട്, കാരണം വിഷമിക്കാണ്. അതായത് ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഭയങ്കര റിഗ്രറ്റ് അടിക്കുക എന്ന് പറയില്ല. റിഗ്രഷൻ എന്ന് പറയുന്നത് ഒരു കുറച്ച് നേരത്തേക്കുള്ള ഒരു പശ്ചാത്താപമോ കുറച്ച് ദിവസത്തേക്കുള്ള ഒരു പശ്ചാത്താപമോ അല്ല. ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ബ്രോക്കൺ ഹാർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഹൃദയം വേദനിച്ച് കീറി മുറിഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്കിവിടെ ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത്. ഇതാണ് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ആൻഡ് ഓൾസോ ഇപ്പൊ നിങ്ങൾക്ക് തോന്നിയിരിക്കാം ഈ പേഴ്സൺ വളരെ ഹാപ്പിയാണ്, വളരെ പോസിറ്റീവാണ്, വളരെ ഫ്രഷ് ആണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റി. കാരണം നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തകർന്ന് തരിപ്പണമായി ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരു പക്ഷെ ഫിസിക്കലി നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുന്നില്ലായിരിക്കാം. കാരണം ഈ പേഴ്സൺ വളരെ ഹാപ്പി ആയിട്ടായിരിക്കാം മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഹാപ്പിയാണ്, ഓക്കെ ആണ് എന്നുള്ള രീതിയിലായിരിക്കാം. പക്ഷേ ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി മാനസികപരമായിട്ട് ഭയങ്കരമായിട്ട് തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ദ പ്രെയർ ആൻഡ് കണ്ടംപ്ലേഷൻ ആണ്. കണക്ട് വിത്ത് ഹെവൻ, ആസ്ക് യു ഷാൽ റിസീവ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രാർത്ഥനയിലേക്കും സ്പിരിച്വൽ പരമായിട്ടുള്ള എനർജിയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രാർത്ഥന ഭയങ്കരമായിട്ട് മുൻകൈ എടുത്ത് സ്പിരിച്വാലിറ്റി, അതായത് മനുഷ്യർക്ക് പലതരത്തിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് അവിടെ സ്പിരിച്വാലിറ്റി വന്നു ചേരുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്പിരിച്വാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ തയ്യാറെടുത്ത് നിൽക്കുന്നത്. കാരണം ഈ പേഴ്സണ് ആ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ആ ഒരു എനർജിയിലേക്ക് ഈ പേഴ്സൺ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പ്രാർത്ഥന അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കുക, സത്യത്തിൽ വിശ്വസിക്കുക, ദൈവനിശ്ചയത്തിൽ വിശ്വസിക്കുക, ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുക, ഇതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ പ്രാർത്ഥന, അതുപോലെ കണ്ടംപ്ലേഷൻ, ഇതിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ സ്പിരിച്വാലിറ്റി അധികമായിട്ടുണ്ട്, ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, അതിലേക്കൊക്കെ ഈ പേഴ്സൺ കാലെടുത്ത് വെക്കുന്നുണ്ട്, അതിലേക്ക് പോകുന്നുണ്ട്. ആത്മീയപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് ഈ പേഴ്സൺ പോകുന്നുണ്ട് എന്നുള്ളതാണ്. ദ കിങ് ഓഫ് റോസസ് ആണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് മിസ്സിങ് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. മിസ്സിങ് ഫീൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം, ഓക്കെ, അത് നന്നായിട്ട് മിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഈ പേഴ്സന്റെ ചുറ്റിനും ഒരുപാട് സുഖ സൗകര്യങ്ങളുണ്ട്, ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്, എന്റർടൈൻമെന്റ് ചെയ്യാനുള്ളതുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ പേഴ്സൺ അതിലേക്കൊന്ന് കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം അവിടെയും ഈ വ്യക്തിയുടെ മനസ്സ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളെയാണ്.
അപ്പൊ പിന്നെ എങ്ങനെ ഈ പേഴ്സണ് വേറെ കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റും? ഓക്കെ, ഈ പേഴ്സൺ ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും, എത്ര സുഭിക്ഷമായ ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ പോലും, നല്ല നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞാൽ പോലും, വലിയ കൊട്ടാരത്തിലാണെങ്കിൽ പോലും, എവിടെയാണെങ്കിലും ഈ പേഴ്സൺ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം ഇല്ലായ്മയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സൺ കമ്മ്യൂണിക്കേഷൻസ് നിങ്ങളുമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് വെറുതെ സംസാരിക്കാനല്ല, ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. കാരണം പണ്ടൊക്കെ ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് നിങ്ങൾക്കിടയിൽ അടിയും ഇടിയും വഴക്കും ഒക്കെ സംഭവിക്കാറുണ്ടായിരിക്കാം. അതോടെ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകാതെ പാതി വഴിയിൽ വെച്ച് മുറിഞ്ഞു പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിലുള്ള പല തെറ്റിദ്ധാരണകൾ, പല തീരുമാനങ്ങൾ, പല ആഗ്രഹങ്ങൾ, പല അഭിപ്രായങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ഭയങ്കരമായിട്ട് നിങ്ങളുമായിട്ട് മനസ്സ് തുറന്ന് ക്ലിയർ ആയിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവിടെ മാത്രമേ ഈ ഒരു ബന്ധം കുറച്ചും കൂടി പവർഫുൾ ആവുകയുള്ളൂ, ഒന്നും കൂടി സ്ട്രോങ് ആവുകയുള്ളൂ, ഇമോഷണലി അവൈലബിൾ ആവുകയുള്ളൂ എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ആ ഒരു കാര്യം അതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സംസാരിക്കുവാനും തുടങ്ങിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ മാത്രമേ അവിടെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, നമ്മൾ നമ്മുടെ പേഴ്സണായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാതെയും അവിടെ യാതൊരു തരത്തിലുള്ള ആക്ഷനും അവിടെ സംഭവിക്കുന്നില്ല എന്നാണെങ്കിൽ എങ്ങനെയാണ് പിന്നെ നമുക്ക് അവിടെ പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റുന്നത്, അവിടെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നത്, ആ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം വേണമെങ്കിൽ അവിടെ ശക്തമായിട്ടുള്ള ഒരു ആശയ വിനിമയം നടത്തണമെന്നാണ് ഈ പേഴ്സൺ തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, അത് മാത്രമല്ല ഈ പേഴ്സണ് കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ ഈ പേഴ്സണ് ഒട്ടും ഹാപ്പി അല്ല, അത്ര സേഫ് അല്ല എന്ന് തോന്നിക്കുന്ന സാഹചര്യത്തിൽ നിന്നും വ്യക്തികളിൽ നിന്നും അകന്നു നിൽക്കാൻ ഈ വ്യക്തി പഠിച്ചിരിക്കുന്നു. ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഈ വ്യക്തിക്ക് പറ്റാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് പറ്റാത്ത കാര്യങ്ങൾ, ഈ വ്യക്തിക്ക് ഒരു തരത്തിലും യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളും ഒക്കെ ആയിട്ട് അതെവിടെയാണുള്ളത് അതിൽ നിന്നും പുറത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു സന്തോഷത്തിലേക്ക് കാലെടുത്ത് വെക്കാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. ആ ഒരു സന്തോഷത്തെ തല്ലിക്കെടുത്തുന്നതും കീറി മുറിച്ച് കളയുന്നതുമായിട്ടുള്ള വ്യക്തികളും സാഹചര്യങ്ങളും തീരുമാനങ്ങളും എന്തൊക്കെയാണോ അതെല്ലാം മാറ്റിവെക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ പേഴ്സൺ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ സപ്പോസ് വീടായിരിക്കാം, ആ വീട്ടില് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തെ എതിർക്കുന്ന ആൾക്കാരാണ് അവിടെ കൂടുതൽ ഉള്ളതെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്നും മാറാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. ഓക്കെ, അതായത് അപ്പൊ ആ വീട്ടിൽ നിന്നും വീട് വിട്ടിറങ്ങുക, അതാണ് ഈ പേഴ്സൺ എടുക്കുന്ന തീരുമാനം. ഇത്രയും കാലം സഹിച്ച് ക്ഷമിച്ച് അവിടെ നിന്നു, പക്ഷെ ഇനി പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അതാണ് എന്താ പറയാ ഈ പേഴ്സൺ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതും നിങ്ങൾക്കൊരു വിക്ടറിയാണ്, നിങ്ങൾക്കതൊരു അനുകൂലമായ കാര്യം കൂടിയാണ്. ഓക്കെ, ആൻഡ് ഓൾസോ ദ ഈഗോ ആണ്. കാരണം ഇല്യൂഷൻസ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് അനാവശ്യമായിട്ട് ഈഗോ വരുമ്പോൾ നമുക്ക് വരുന്ന ഒരു കാര്യമാണ് തെറ്റിദ്ധാരണകള്, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടി യോജിപ്പിച്ച് പറയുക, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ കൂടുതൽ സംശയം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്ത് പറയുക. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ ഈ പേഴ്സൺ മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം.
അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് ഓവറായിട്ട് സമയം ചെലവഴിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്ത് തന്നെയായാലും അമിതമായി കഴിഞ്ഞാൽ അത് വിഷമാണ്, അല്ലേ? അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാനാണ് ഈ പേഴ്സൺ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ട് എന്ന് ഈ പേഴ്സൺ പല വിധത്തിലും പല അനുഭവങ്ങളിലൂടെയും പല സംഭവ വികാസങ്ങളിലൂടെയും ഈ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ലൊരു റെസ്പോൺസിബിലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ വരുന്നത്. കാരണം ഉത്തരവാദിത്വമില്ലാതെ ജീവിച്ച് മുന്നോട്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നേട്ടങ്ങളൊന്നും ഉണ്ടാവുകയില്ല, മറിച്ച് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഈ പേഴ്സൺ പഠിച്ചിട്ടുള്ള പാഠം. അതായത് ആ പാഠം പഠിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു തിരിച്ചടി ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ടാകണം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരുപാട് മാറ്റങ്ങളോടുകൂടി ഈ പേഴ്സൺ എത്രയും പെട്ടെന്ന്, കാരണം അത് മനസ്സിലേറ്റ മുറിവിലൂടെയാണ് ഈ പേഴ്സൺ ആ ഒരു കാര്യങ്ങൾ പലതും മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മനസ്സിലേറ്റിട്ടുള്ള ആ ഒരു മുറിവ്, അതിലൂടെ തന്നെ ഈ പേഴ്സൺ ഒരുപാട് സത്യങ്ങൾ തിരിച്ചറിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റീഡിംഗ് നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. റീഡിംഗ് കിട്ടാത്ത ആൾക്കാർ വിഷമിക്കേണ്ട. റീഡിംഗ് ഞാൻ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം കുറേ പെൻഡിങ് വന്നു, അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. ഓക്കെ, സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.